ഇത് തുറന്നാൽ മാത്രമേ ഇതിനകത്ത് ഇപ്പൊ പുസ്തകമുണ്ടോ, അത് നശിക്കപ്പെട്ടോ, അത് ഇനി ഇത് എന്തെങ്കിലും ചെയ്തോ എന്ന് നമുക്കറിയത്തുള്ളൂ. ഇത് ഒരുപാട് നാളുണ്ട്. നമ്മള് നാട്ടുകാരെ കാശില്ലേട്ടാ ഒരു ബിൽഡിംഗ് വേണ്ടതൊക്കെ. ഒരുപാട് നാളുണ്ട് അത് പ്രവർത്തനം ഇല്ലാതെ കിടക്കുകയാണ്. റീഡിംഗ് റൂമൊക്കെ ഉണ്ട്, അറിയാം. ആ ബിൽഡിംഗ് അറിയാം, തൊട്ടപ്പുറത്തെ ബിൽഡിംഗ്. ഇവിടെ ഇല്ല, നമുക്കേ ഉള്ളൂ. അവിടെ തൊട്ടപ്പുറത്താണ്, നിങ്ങളെ ഓട്ടോ ഓടുന്നത് തൊട്ടപ്പുറത്താണ്. ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട് ചെറുത്, അതൊക്കെ തുറക്കാറില്ല. പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് ഇത് ഇങ്ങനെ അനാഥ മന്ദിരം പോലെ കിടക്കുന്നത്. ഇപ്പൊ അവിടെ മേശയും കസേരയൊക്കെ ഉണ്ട്. വൈകുന്നേരം പൈൻറ്റും ഫുള്ളൊക്കെ വാങ്ങിച്ച് അടിക്കുന്നത് ഞാൻ അറിഞ്ഞത്. നമസ്കാരം, ഇത് വർക്കല ചേന്നങ്കോടാണ്. ചേന്നങ്കോട് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞെക്കാട് അടുത്താണ്. കല്ലമ്പലത്തു നിന്നും വരാം, വർക്കലയിൽ നിന്നും വരാം. ചേന്നങ്കോടാണ് എൻ്റെ പിറകിൽ കിടന്ന കെട്ടിടം. അത് വർക്കല രാധാകൃഷ്ണൻ എംപിയുടെ വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചൊരു കെട്ടിടമാണ്. ലൈബ്രറി ആയിരുന്നു. ജനത ലൈബ്രറി റീഡിംഗ് റൂം, ഒറ്റൂർ ഗ്രാമപഞ്ചായത്ത് സംസ്കാര നിലയം. അങ്ങനെ കാണാം, ബോർഡെല്ലാം കാണാം. പക്ഷേ എത്ര വർഷമായിട്ടാ? 8-9 വർഷമായില്ലേ? 8-9 വർഷത്തിന് മുകളിലായി. ഞാൻ പഠിക്കാൻ, എനിക്കിപ്പോൾ 47 വയസ്സായി. ഞാൻ പഠിക്കാൻ പോണ സമയത്താണ് ഈ കെട്ടിടം ഇവിടെ പണിയുന്നത്. പിന്നെ അന്ന് എൻ്റെ അറിവിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 3-4 വർഷം തുറന്ന് പ്രവർത്തിച്ചത്. പിന്നെ ഇത് കണക്കുള്ള കാർഡുകൾ ഇപ്പം ഈ അടുത്ത സമയത്ത് ഈ പൈപ്പ് ഇപ്പം അങ്ങനത്തെ നിലയിലായി കാണുന്നത്. നല്ലൊരു പുസ്തകശാലയും പത്രവായനയൊക്കെ ഉള്ള നല്ല ഒരു നമ്മളൊക്കെ ഈ ട്യൂട്ടോറിയൽ ട്യൂട്ടോറിയലൊക്കെ പഠിക്കുമ്പം ഇവിടെയൊക്കെയാണ് വന്നിരുന്ന് ഒക്കെ വായിക്കുന്ന. ഇന്നിപ്പോൾ ഇതിൽ ഒരു ഇതേ കണ്ടില്ലേ നിങ്ങൾ? ഞാൻ കാണാമല്ലോ. സങ്കടം വരുന്നത് ഇത് ആരെ കാശാ? ഇത് ഇതെല്ലാം നമ്മുടെ നികുതി പണമാണ്. നമ്മുടെ നികുതി കാശല്ലേ? ഇത് മാത്രമല്ല, ആരെ നോക്കാനുള്ളത്? ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിൽ നോക്കാനുള്ളത് പഞ്ചായത്ത് അധികാരികൾ നോക്കണം. പഞ്ചായത്ത് അധികാരികൾ എനിക്ക് പറഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാരാണ് വിളിച്ച് പറയുന്നത്. ഞാൻ ഓഡിയോ റെക്കോർഡ് കാണിച്ചെന്നല്ലേ, ആ നാട്ടുകാർ ഫോട്ടോ എടുത്ത് ഓഡിയോ റെക്കോർഡ് എനിക്ക് അയച്ചു തന്നു. എന്നിട്ട് മാലാരെന്ന് വരണം ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് വന്നത്. കണ്ടപ്പോ എനിക്ക് തന്നെ അവിടെ ബെഞ്ചും ഡെസ്കൊക്കെ ഉണ്ട്. ഒരു അരേ പൈൻ്റെ വാങ്ങിച്ച ഫുള്ള വാങ്ങിച്ച അവിടെ നിന്ന് സുഖമായിട്ട് അടിക്കുക അല്ലേ? വെള്ളമടി തന്നെ ഇതിനകത്ത് ആണല്ലേ? ഒരു 7 മണി കഴിയുമ്പോ വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളമടി, മേശയുണ്ട്, കസേരയുണ്ട്. നാട്ടുകാരായോണ്ടാണ് ഞങ്ങളിപ്പം ഈ ചാനൽ വന്നപ്പോൾ നമ്മൾ ഈ പറഞ്ഞത്. കാരണം ഞങ്ങൾക്ക് ഇവിടെ എവിടെയും പരാതിപ്പെടാക്കുന്നില്ല. പരാതിപ്പെടാനുള്ള പഞ്ചായത്താണ്, അവർ തിരിഞ്ഞു നോക്കുന്നില്ല. പിന്നെ ഉള്ള ഏക ഒരു മാർഗം വെച്ച് കഴിഞ്ഞാൽ മീഡിയയാണ്. അത് ദൈവസാഹചര്യങ്ങൾ വന്നുകൊണ്ട് നമ്മളത് കാണിച്ചു എന്ന് പറയുന്നു. സങ്കടം. അതായത് സഹോദര, ഇന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ശരിയായ ഒരു അറിവ് ഇന്നില്ല. നമ്മളൊക്കെ പഠിക്കുമ്പോഴത്തെ പോലെയുള്ള ഗ്രന്ഥശാലകളൊക്കെ ഉണ്ടായിരുന്നു. ഡെയിലി പത്രം വരും, ഒന്നും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പേജ് എടുത്ത് നോക്കുകയും അങ്ങനെയൊക്കെയുള്ളൊരു ഇത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ അതല്ല. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് അവരുടെ ഒരു മെച്യൂരിറ്റി കിട്ടണമെങ്കിൽ ഇതേപോലെ ലൈബ്രറികളും അതിൻ്റെതായ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അപ്പോൾ വായനയില്ല, അതാണ് എൻ്റെ കാര്യം. അതല്ലേ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് തന്നെ, ഇനി പഠിച്ചാൽ മാത്രമേ കുട്ടികളെ ജയിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. അത് പഠിക്കാതെ അദ്ദേഹത്തിന് മനസ്സിലായി, പഠിച്ചാൽ മാത്രമേ കുട്ടികളെ ജയിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ പഠിക്കണമെങ്കിൽ, അവർക്ക് അറിവ് കിട്ടണമെങ്കിൽ ഇതേപോലെ ഗ്രന്ഥശാലകൾ ഉണ്ടായിരിക്കണം. അത് വായന ഇപ്പൊ വിരളമാണ്. അതെ, ഞാൻ പോലും നമ്മളൊക്കെ 10ാം ക്ലാസ്സിനകത്ത് തന്നെ ഏകദേശം എല്ലാ ക്ലാസ്സിക്കും വായിച്ച ആളാണ് ഞാൻ. അതെ. ഇപ്പൊ എനിക്കും വായനയില്ല. നമ്മളെല്ലാം മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അത് ഞാൻ സ്വയം ഏറ്റു പറയാണ്, കുറ്റം പറയണല്ല. പുസ്തക വായന തീരെ കുറഞ്ഞു. ചേട്ടാ, പക്ഷേ ഒരു ഗ്രന്ഥശാല എന്ന നാടിന്റെ അഭിമാനമാണ്. ഗ്രന്ഥശാല എന്ന് പറഞ്ഞാൽ നാടിന് അഭിമാനം മാത്രമൊന്നുമല്ല, എന്നറിയാമോ, ഒരു അറിവിൻ്റെ ലോകമാണത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല പുസ്തകങ്ങളിൽ കൂടെയും പത്രവായനയിൽ കൂടെയും ഒക്കെ കുറേ അറിവുകൾ നമ്മൾ സ്കൂൾ തലത്തിൽ കിട്ടുന്ന ഒരു അറിവ് മാത്രമല്ല, ഒരു നാടിന്റെ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് അല്ലെങ്കിൽ വിപുലമാക്കുന്നതൊക്കെ ഒരു ഗ്രന്ഥശാലയൊക്കെ ആയിട്ട് കൊണ്ട് വായനശാല അല്ലേ? ഇല്ലേ? അങ്ങനല്ലേ നമ്മൾ ഇരിക്കുന്ന വായനശാലയിലാണോ ഇരിക്കുന്ന പത്രം വായിക്കും അല്ലേ? അങ്ങനെയല്ലേ? ആ ഒരു സംഭവം അല്ലേ ചേട്ടാ ഇങ്ങനെ തകർന്നു കിടക്കുന്ന ഇവിടെ? 6 വർഷം അല്ലല്ലേ? ഒരുപാട് 8 വർഷത്തിൽ കൂടുതലാവും. അതിന് പ്രത്യേകം എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ ഫ്രണ്ടിലത്തെ ഈ കാടുകളൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടത്, ഈ പൈപ്പ് ഇവിടെ ഇങ്ങനെ കൊണ്ടിട്ടതിന്റെ പേരിലാണ് ഈ കാടുകളൊക്കെ. അല്ലെങ്കിൽ ഇത് കാണത്തില്ലായിരുന്നു ഈ ബിൽഡിംഗ്, ഈ കെട്ടിടം കാണാക്കാത്ത രീതിയിലായിരുന്നു കാടുകൾ കിടന്ന്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ആ ഭാഗത്തൊക്കെ നോക്കിയാണ് കാണത്തില്ലായിരുന്നു. കാരണം വള്ളിപ്പട പോലെ ഇതിന്റെ കാടുകൾ മൊത്തം. ഇത് നോക്കിയാണ് ഇപ്പൊ ഇതെല്ലാം കൊണ്ടുവച്ച് ഇതൊക്കെ നമ്മളെ പൈസ തന്നെ ഇതെല്ലാം ഇങ്ങനെ നശിപ്പിക്കുക. എങ്ങനെ നശിപ്പിക്കാൻ പറ്റുമോ അങ്ങനെ നശിപ്പിക്കുക. അതാണ് ഇപ്പോഴത്തെ, അതായത് എൻ്റെ ഒരു മെയിൻ തെളിവാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ. ഇവിടുത്തെ നാട്ടുകാർ എന്നെ സങ്കടം കൊണ്ട് എന്നെ വിളിച്ചിട്ട് പറയാം, മെസ്സേജ് അയക്കുകയും ഫോട്ടോ അയക്കുകയും ചെയ്തിട്ട് ഞാൻ വന്നത്. പക്ഷേ ഇത് കണ്ടപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം നമ്മുടെ കാശാണ്, നമ്മുടെ നികുതിപ്പണമാണ്.
എത്രയോ വർഷമായിട്ട് ഇങ്ങനെ അനാഥമായി കിടക്കുന്നു. ഇപ്പോൾ വൈകുന്നേരം സാമൂഹ്യ വിരുദ്ധർക്ക് മദ്യപിക്കാനുള്ള കേന്ദ്രം അല്ലേ? അപ്പൊ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അതാണ് നമ്മൾ നടക്കുന്നത്. അതായത് ഈ ഒറ്റൂർ പഞ്ചായത്തിൽ എനിക്ക് തോന്നുന്നു ഇന്നും തുറന്നു പ്രവർത്തിക്കുന്നത് എനിക്ക് തോന്നുന്നു മാവുൻമൂട് ഗ്രന്ഥശാലയാണ്. മാവുൻമൂട്ടിലെ ഗ്രന്ഥശാല. ബാക്കിയുള്ള എല്ലാ ഗ്രന്ഥശാലകളും ഇതേ അവസ്ഥയാണ് എന്നാണ് എനിക്ക്. മോളെ നിങ്ങൾ ഇവിടെ ഉള്ളതാണോ? ഇവിടെ സ്ഥലം എവിടെയാണോ? ഈ ഗ്രന്ഥശാല അറിയാമോ? അറിയില്ല. അവർ കുറ്റം പറഞ്ഞിട്ട് അവർ കാണാൻ വഴിയില്ല. കാരണം ഇവിടെ ആദ്യം കൊടുങ്കാടായിരുന്നു. കൊടുങ്കാട് വെട്ടിത്തെളിച്ചപ്പോഴാണ് ഇതിനകത്ത് ഒരു കെട്ടിടം ഉണ്ടെന്ന് തന്നെ അവരറിയുന്നത്. അറിയില്ലല്ലേ? ഒരു ലൈബ്രറി ഉണ്ടെന്ന് അറിയില്ലല്ലേ? കണ്ട കിടക്കുന്ന കാഴ്ച കണ്ട? മോളെ ക്ലാസ് പഠിക്കുന്നത്? 9th. ഒരു ലൈബ്രറി ഒക്കെ ഇവിടെ ഉണ്ടെന്ന കാര്യം അറിയില്ലല്ലേ? അതിങ്ങനെ അവസ്ഥയാ. ശരി മോളെ വെക്കോ. ഇതാണ് അവസ്ഥ. പിള്ളേരൊക്കെ പോലും അറിഞ്ഞൂടാ. ഇതാണ് നമ്മുടെ ലൈബ്രറി ഇവിടെ ഉണ്ടെന്ന്. അറിയൂ. തുറന്ന് പ്രവർത്തനം ഉണ്ടെങ്കിലല്ലേ അറിയൂ, അല്ലെങ്കിൽ അറിയില്ലല്ലോ. രാഷൻ സാറിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് പുള്ളി നല്ല കാര്യം ഉദ്ദേശിച്ചായിരിക്കും ചെയ്തത്. പക്ഷെ പുറകെ വരുന്ന ആൾക്കാരത് മെയിൻറ്റെയിൻ ചെയ്യണ്ടേ? അത് ചെയ്യാൻ ആളില്ല. തുറന്നിട്ടാലെന്നാലല്ലേ ആളുകൾ വരുള്ളൂ. അത് മാത്രമല്ല, ഞാൻ അറിഞ്ഞു വെച്ചാൽ ഇവിടെ ഒരുപാട് പുസ്തക ശേഖരം ഉണ്ടെന്ന് അറിഞ്ഞത്. അതൊക്കെ എവിടെ പോയി? ഇത് തുറന്നാൽ മാത്രമേ ഇതിനകത്ത് ഇപ്പൊ പുസ്തകം ഉണ്ടോ, അത് നശിക്കപ്പെട്ടോ, അത് ഇനി ഇത് എന്തെങ്കിലും ചെയ്തോ എന്ന് നമുക്കറിയത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ 10-12 വർഷം കൊണ്ട് ഇതിങ്ങനെ അടച്ചിട്ടിരിക്കുന്ന ഒരു സീൻ മാത്രമാണ് നമ്മുടെ അറിവിലുള്ളത്. ഇത് തുറന്ന് പ്രവർത്തിച്ചിട്ടുള്ള തുച്ഛമായ ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് തുറന്നാൽ മാത്രമേ അറിയത്തുള്ളൂ ഇതിനകത്ത് പുസ്തകങ്ങൾ ഏത് ലെവലിൽ കിടക്കുന്ന, ഇനി അത് മുഴുവനെ കിട്ടും എന്നുള്ള കാര്യം തുറന്നാൽ മാത്രമേ അറിയൂ. ഇവിടെ ഏരിയയിൽ ആരുമില്ല, വേറെ ആരുമില്ല സംസാരിക്കുന്ന ആരുമില്ല. ഇനി അറിയണമെങ്കിൽ നിങ്ങൾക്ക് ആ ആട്ടോ സ്റ്റാൻഡിൽ ചേർക്കിയ കാര്യങ്ങൾ അറിയാം, കൃത്യമായിട്ട് അറിയാൻ പറ്റും. ചേട്ടാ, ഇവിടെ ഒരു ജനതാ ലൈബ്രറി ഉള്ള അറിയാം? ജനതാ ലൈബ്രറി അറിയോ? ഇവിടെ ഇവിടെ ഒരു ലൈബ്രറി ഉള്ളതറിയാം. എത്ര വർഷമായി തുറന്നിട്ട്? ഇതൊക്കെ ഒരുപാട് നാളുണ്ട്, പ്രവർത്തനമൊന്നുമില്ല. അവിടെ ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. പക്ഷെ വന്നപ്പോഴത്തേക്ക് അവിടെ കാട് മൂടി കിടക്കുകയാണ്. ഇത് ഒരുപാട് നാളുണ്ട്. ആര് കാശ് ചേട്ടാ? നമ്മള് നാട്ടുകാരെ കാശില്ല ചേട്ടാ ആ ഒരു ബിൽഡിംഗ് വേണ്ടതൊക്കെ. ഒരുപാട് നാളുണ്ട് അത് പ്രവർത്തനം ഇല്ലാതെ കിടക്കുകയാണ്. നേരത്തെ ഇവിടെ അവിടെ സ്റ്റുഡിയോ നടത്തുന്ന ഒരു പാർട്ടിയുണ്ട്. പുള്ളിയാണ് അതൊക്കെ മേൽനോട്ടൊക്കെ വഹിച്ചോണ്ടിരുന്നത്. പിന്നെ അവസ്ഥ ഉണ്ട് ചേട്ടാ. ഇപ്പൊ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് ഒരു ഫുള്ളോ അരയെ വാങ്ങിച്ചോണ്ട് അടിക്കാനുള്ള സ്ഥലം മാറ്റി മാറി. അങ്ങനെ ആയതിനു ശേഷമാണ് പിന്നെ അത് പൂട്ടിയൊക്കെ എടുത്തത്. അല്ലെ പൂട്ടിയിട്ടില്ല, ഇപ്പൊ തുറന്നു കിടക്കുകയാണ്. ആരും അങ്ങോട്ട് പോകാറില്ല, കാടും കയറി ഇങ്ങനെ കിടക്കുന്നു. വളരെ സങ്കടമുള്ള സംഭവമായിട്ട് ഒരു വായനശാല ഈ ഒരു അവസ്ഥയിലേക്ക് പോകുമ്പോഴത്തേക്ക് കണ്ണടിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ ദുഃഖമല്ലേ? നിങ്ങളൊക്കെ കാശല്ലേ, നമ്മളെല്ലാം എഴുതി പോണല്ലേ? ഞാൻ ഈ പ്രദേശവാസിയല്ല, ഞാൻ ഇവിടെയായിട്ട് വണ്ടി ഓടുന്നതാണ്. എന്നാലും ഞാൻ മുമ്പൊക്കെ പ്രവർത്തനം ഉണ്ടായിരുന്നു. നല്ല 8 വർഷമായിട്ടൊന്നുമില്ലെന്ന് പറയുന്നു. മുമ്പ് ഉണ്ടായിരുന്നു. ഇന്ന് അവിടെ വായനശാലയിൽ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു, പുസ്തകമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല. അവിടെ ചേട്ടാ പഴയ ആളല്ലേ ചേട്ടാ? ഇവിടെ ഒരു ജനതാ ലൈബ്രറി ഉണ്ട്, അറിയോ? ഇവിടെ അറിയില്ലേ? ഒരു ജനതാ ലൈബ്രറി, റീഡിംഗ് റൂമൊക്കെ ഉണ്ട്, അറിയാം? ആ ബിൽഡിങ് അറിയാം? തൊട്ടപ്പുറത്തെ ബിൽഡിങ്. ഇവിടെ ഇല്ല, അവിടെ തൊട്ടപ്പുറത്താണ്. നിങ്ങളെ ഓട്ടോ ഓടുന്നത് തൊട്ടപ്പുറത്താണ്. ഇവിടെ ഒരു ലൈബ്രറി ഉണ്ട് ചെറുത്, അതൊക്കെ തുറക്കാറില്ല. നമ്മുടെയൊക്കെ നികുതി പണം ഉണ്ടാക്കിയ ബിൽഡിംഗ് അല്ലേ? പറഞ്ഞിട്ട് കാര്യമില്ല, നികുതി പണം കൊണ്ടുപോവല്ലേ. ആകാശത്ത് നിന്ന് പൊട്ടി വീഴുന്നതല്ലല്ലോ ഇവരൊക്കെ കൊണ്ടുപോയി. ഒരുപാട് പുസ്തകങ്ങളുണ്ടായിരുന്നു, എല്ലാം നശിച്ചു പോയി. ആരൊക്കെ ഒരു ഉത്തരവാദിത്വം ഇല്ല. ഈ ബിൽഡിംഗ് ജനതാ ലൈബ്രറി ഇന്ദിരാഗാന്ധിയുടെ 20ന്റെ പരിപാടിയിൽ ഉൾപ്പെടുത്തി ഉണ്ടാക്കിയതാണത്. അത് പ്രവർത്തനമില്ലാതെ നടക്കാണ് ഇപ്പം. വളരെ ഒന്നാമത് ഇതാണല്ലേ, വായനശാലയാണല്ലോ. അക്ഷരം പഠിക്കണ്ടേ, പഠിച്ചവർക്ക് അത് മനസ്സിലാകണ്ടേ? അതിനു വേണ്ടി ഇത് ഒന്നും ചെയ്യുന്നില്ല. ഈ പഞ്ചായത്ത് ഒന്നും ചെയ്യുന്നില്ല. പഞ്ചായത്തിൻ്റെ അനാസ്ഥയാണ് ഇത് ഇങ്ങനെ അനാഥ മന്ദിരം പോലെ കിടക്കുന്നത്. ഇപ്പൊ അവിടെ മേശയും കസേരയൊക്കെ ഉണ്ട്. വൈകുന്നേരം പൈന്റും ഫുള്ളൊക്കെ വാങ്ങിച്ച് അടിക്കുന്നത് ഞാൻ അറിഞ്ഞത്. നേരത്തെയുള്ള ഭരണകക്ഷികൾ അവർ കുറെ കാലം കുറച്ചൊക്കെ ചെയ്ത്, ഇപ്പൊ ഇവർ വന്നതിന് ശേഷം പിന്നെ ഒന്നും നടക്കുന്നില്ല. ലക്ഷക്കണക്കിന് ഇവിടെ പുസ്തകങ്ങളുണ്ടെന്ന് പറഞ്ഞു, അതെല്ലാം നശിച്ചെന്ന് പറഞ്ഞു. തുറന്നു നോക്കിയാൽ അറിയാൻ പറ്റും പുസ്തകങ്ങളുണ്ടോ ഇല്ലേന്ന്. പുസ്തകങ്ങളെ അതെ, അതൊക്കെ നശിച്ചു പോയോ ഇല്ലയോ എന്ന് ആർക്കും അറിഞ്ഞൂടാ.
തുറന്നാലേ അറിയാൻ പറ്റും. ഇത്രയും പുസ്തകങ്ങളൊക്കെ ഏ? ഈ പുസ്തകങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഒരുപാട് പുസ്തകങ്ങൾ കൊടുത്തിട്ടുണ്ട്, ഞങ്ങൾ സംഭാവനകൾ കൊടുക്കുന്നുണ്ട്. ഇതിന്റെ പുരോഗമനത്തിന് വേണ്ടിയേ, ഇതിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി. എത്ര വർഷമായിട്ടാ? പക്ഷേ അത് അതിന്റെ അധികാരപ്പെട്ടവരാരും തന്നെ ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. തെറ്റൊക്കെ കാണിച്ചു തരുന്നത് നാട്ടുകാരാണ്. അവരാണ് നമ്മളെ വിളിച്ചത്, അവരാണ് ഫോട്ടോ അയച്ചതും, അവരാണ് വോയിസ് മെസ്സേജ് അയച്ചതും ഒക്കെ അവരാണ്. എന്തായാലും തെറ്റ് കാണുമ്പോഴത്തേക്ക് ചൂണ്ടിക്കാണിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പരിഹരിക്കേണ്ടത് നമ്മുടെ സംവിധാനങ്ങളാണ്, പരിഹരിക്കപ്പെടേണ്ടതാണ്. കാരണം നമ്മുടെ കാശാണ് കിടന്ന് അറിയിക്കുന്നത്. കാരണം നമ്മൾ ഇത്രയും നികുതിയൊക്കെ അടയ്ക്കുന്ന കാശ് കൊണ്ടൊക്കെ കെട്ടിയ ബിൽഡിങ്ങാണിത്. അതിങ്ങനെയൊക്കെ വേസ്റ്റായി പോകുന്നത് കാണുമ്പോഴത്തേക്ക് സങ്കടം തോന്നുന്നു, ചൂണ്ടിക്കാണിക്കുന്നു, പരിഹരിക്കപ്പെടണം. ബിസിനസ് വേണ്ടി ക്യാമറമാൻ അരുൺ സാറിനൊപ്പം ശ്രീത് മാരാർ സൈനിങ് ഓഫ്.